കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് പിന്തുണ നൽകാൻ ആം ആദ്മി പാർട്ടി തീരുമാനം. 11 മണ്ഡലങ്ങളിൽ യുഡിഎഫിന് പിന്തുണ നൽകാനുള്ള സംസ്ഥാന കൺവീനർ CR നീലകണ്ഠന്റെ നീക്കം ആം ആദ്മി പാർട്ടി കേന്ദ്ര നേതൃത്വം തള്ളി. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, CR നീലകണ്ഠന്റെ നീക്കം പൂർണ്ണമായും തള്ളിക്കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. അശ്വിനി, തീർച്ചയായും കേരളത്തിൽ ആം ആദ്മി പാർട്ടി LDFന് പിന്തുണ നൽകാനാണ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നാണ് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും CPM-ഉം സംയുക്തമായി വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് അല്പസമയത്തിനകം. ആ വാർത്താസമ്മേളനത്തിൽ തന്നെ കേരളത്തിൽ ആം ആദ്മി പാർട്ടി LDFന് പിന്തുണ നൽകുന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് സോംനാഥ് ഭാരതിയും CPM PB അംഗം നിലോൽപൽ ബസുവും ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ 11 സീറ്റുകൾ UDFന് പിന്തുണ നൽകുമെന്നാണ് സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ദേശീയ നേതാക്കൾ അതൃപ്തി അറിയിച്ചിരുന്നു. CR നീലകണ്ഠന്റെ വിശദീകരണവും തേടിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനം മാറ്റിക്കൊണ്ടുള്ള ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ശരി, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.